സംസ്ഥാനത്ത് ആശങ്കയായി ഷിഗല്ല വ്യാപനം. 18 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 132 പേർക്കാണ് രോഗം ബാധിച്ചത്. ഇന്നലെ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിലെ പാനീയം വീണ്ടും പരിശോധനയ്ക്ക് അയച്ചു. വയനാട്, തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലായി 18 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. ഇന്നലെ രോഗം ബാധിച്ച് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. ഷിഗല്ല ബാധിച്ച് മലപ്പുറം കീഴാറ്റൂർ സ്വദേശിയാണ് മരിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിലെ ശീതളപാനീയത്തിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഇന്നലെയാണ് കണ്ടെത്തിയത്. KSRTC ബസ് സ്റ്റാൻഡിലുള്ള കുഴൽക്കിണറിൽ നിന്നാണ് ഈ സ്ഥാപനം വെള്ളമെടുക്കുന്നത്. മറ്റു കടകളിലേക്കും ഈ കിണറിൽ നിന്ന് തന്നെയാണ് വെള്ളമെടുക്കുന്നതെങ്കിലും ഈ സ്ഥാപനങ്ങളിലെ പാനീയങ്ങളിലൊന്നും ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ ബേക്കറിയിലെ പാനീയം വീണ്ടും പഞ്ചായത്ത് അധികൃതർ പരിശോധനയ്ക്ക് അയച്ചു. ഇതുവരെ ആർക്കും ഷിഗല്ലയുടെ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. KSRTC ബസ് സ്റ്റാൻഡിലുള്ള ബേക്കറി ആയതിനാൽ ദിനംപ്രതി നിരവധി പേരാണ് ഇവിടെ നിന്നും പാനീയം കുടിക്കുന്നത്. ഇത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.